പ്രൈസ് ദി ലോർഡ്. ലവ് ഫീസ്റ്റ് ചർച്ച് എന്ന് ഞാൻ കേട്ടപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഇപ്രകാരം ഒരു ഫീസ്റ്റ് ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് വളരെ അർത്ഥമായിട്ടാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾ ഈ ജൂൺ മാസമാകുമ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് കയറിയിട്ട് 30 വർഷം തികയാണ്. ഈ 30 വർഷത്തിനിടയ്ക്ക് വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രമേ ഞങ്ങൾക്കിങ്ങനെ ഈ മലയാളത്തിലുള്ള ആരാധനയ്ക്ക് ഒരു ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഇന്ന് പൽക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ബ്രദർ മാത്യുവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ വലിയൊരു ഫാനാണ്. അദ്ദേഹം പാടിയ പാട്ടുകളൊക്കെ അവരും അല്പമായി പാടും. ഇന്നാണ് ആ പാട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത് മാത്യു ബ്രദറിൻ്റെ പാട്ടുകളാണെന്ന് ജി ശിവായും പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ജെഫ്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പട്ടണത്തിൽ ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട ആരാധന കൂടിവരവ് നിയന്ത്രിക്കുവാൻ ദൈവം കൊടുത്ത വലിയ ദർശനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി തന്നെ ശക്തീകരിക്കട്ടെ. അനേകരെ ഈ പട്ടണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം തൻ്റെ കരങ്ങളെ ബലപ്പെടുത്തട്ടെ. ശുശ്രൂഷയെ ദൈവം മുന്നോട്ട് പിന്നെയും കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ കർദാസൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് പാസ്റ്റർ ഷിബു ജോസഫ്. ഞാൻ ബിലായി ഛത്തീസ്ഗഡിൽ IPCയോടുള്ള ബന്ധത്തിൽ ദൈവവേലയിലായിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഞാൻ ബിലായിലായിരിക്കുന്നു. 94 മുതൽ 2004 വരെ ബൈബിൾ കോളേജിൽ താമസിച്ച് പഠിക്കുകയും 2004 മുതൽ 2014 വരെ ബൈബിൾ കോളേജിൽ താമസിച്ച് പഠിപ്പിക്കുകയും പിന്നെ കഴിഞ്ഞ 10 വർഷമായി ഞങ്ങളിപ്പോൾ ഛത്തീസ്ഗഡിലാണ്. കഴിഞ്ഞ 9 വർഷമായി ബിലായ് സിറ്റി IPC ചർച്ചിലെ ശുശ്രൂഷകനായിരുന്നു. 2019 ദൈവം ഞങ്ങൾക്ക് ദർശനം നൽകിയതുപോലെ ബിലായ്ക്കടുത്തുള്ള ഒരു ഗ്രാമമായ ധനോര എന്ന് പറയുന്ന ഒരു 4 റോഡ് മീറ്റിംഗ് ജംഗ്ഷനാണ്, ഒരു ചെറിയൊരു ഗ്രാമമാണ്. അവിടെ ഒരു ആലയത്തിനായി ഒരു ചെറിയ പ്ലോട്ട് മേടിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം നമ്മൾ അറിയുന്ന പോലെ കോവിഡ് വന്ന കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ കഴിഞ്ഞ 2023 ഞാൻ 9 വർഷം ശുശ്രൂഷ സഭയിൽ നിന്ന് ഞങ്ങൾ വോളണ്ടറിലി ഞങ്ങൾ മാറി ഇപ്പോൾ ഈ ധനോര എന്ന് പറയുന്ന വില്ലേജിനടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങൾ വീട്ടിൽ ആരാധനയും ചർച്ചിൻ്റെ പണിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളായ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആദ്യമായി ചോദിക്കുന്നു. കാരണം ഛത്തീസ്ഗഡിനെ പറ്റി നിങ്ങൾ നിരന്തരം മീഡിയകൾ വഴി ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഞങ്ങൾ അവിടെ സഭകളും ശുശ്രൂഷകളും ചെയ്തു പോകുന്നത്. ഹൗസ് ചർച്ചസുകളെല്ലാം ബാൻ ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ചർച്ച വളരെ സീക്രട്ടായിട്ടാണ്. ഞങ്ങളുടെ ചെറിയ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഏകദേശം 8-9 മാസമേ ഞങ്ങളായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. വളരെ ചെറിയ ചുരുക്കം കൂട്ടമായിട്ട് ഞങ്ങൾ ആരാധിച്ചു പോന്നു. ഹൗസ് ചർച്ചുകൾ മാത്രമല്ല, വലിയ ചർച്ചകളിൽ പലതും ഇപ്പോൾ അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ഛത്തീസ്ഗഡിലെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഒപ്പം ഞാനിവിടെ നിന്ന് പാൽക്കാലം കടന്നു വരുവാൻ കാരണമായ എൻ്റെ പ്രിയ സഹോദരിയും കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ ചുരുക്കം നിമിഷങ്ങളിൽ നിങ്ങൾക്കറിയാം, ബൈബിൾ കോളേജ് അധ്യാപകൻ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു തിയോളജി ടോപ്പിക് ആയിരിക്കുമെന്ന് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ മുതൽ എന്നോട് ദൈവം സംസാരിച്ച ഒരു വേദഭാഗം നമുക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേദഭാഗത്തിൽ നിന്ന് ചെറിയ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഈ വേദഭാഗം എൻ്റെ മനസ്സിലേക്ക് പിന്നെയും കടന്നു വന്നത്. അപ്പോൾ അവസാന പാട്ടിൻ്റെ ചില വരികളിൽ ഇപ്രകാരമാണ് ദിവസം പാടിയിട്ടുണ്ട്, കർത്താവ് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ആലോചനയോടൊരു ബന്ധം ആ ഭാഗത്തിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും കർത്താവ് അറിയാതെ നമ്മുടെ ഇതിലൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു ഉദ്ദേശമുണ്ട്. അങ്ങനെ ഇന്ന് പാൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വേദഭാഗം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 46 മുതൽ 52 വരെയുള്ള വേദഭാഗം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിക്കുവൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പും ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്ന്
യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലത്തെ എൻ്റെ ഈ സന്ദേശത്തിന് തലക്കെട്ട്, എ ക്രൈ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരു കരച്ചിലിന് നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. ഡു യു റിമെമ്പർ വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു ക്രൈഡ് ബിഫോർ ഗോഡ്? നമ്മൾ ദൈവസന്നിധിയിൽ അവസാനമായി കരഞ്ഞ ദിവസം, കരഞ്ഞ സമയം എന്താണെന്ന് നമ്മൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ കരയാൻ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ദൈവസന്നിധി നമ്മൾ എന്നാണ് കരഞ്ഞത്? എ ക്രൈ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നമുക്ക് ദൈവങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽ നീ എന്നോട് സംസാരിക്കണമേ. ഞാൻ നിന്റെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. നിന്റെ വചനം കേൾക്കുവാനാണ് ഞാൻ കടന്നു വന്നതുപോലെയല്ല കർത്താവേ. നിന്റെ ശബ്ദം കേട്ടുകൊണ്ട്, ഒരു മാറ്റം അനുഭവിച്ചുകൊണ്ട്, ഒരു വിശ്വാസത്തിൽ ഒരു ഉറപ്പ് സംഭവിച്ചുകൊണ്ട് ഈ ഹാള് വിട്ടു പോകുവാൻ നീ എന്നെ അനുവദിക്കണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? ഉറക്കെ നമുക്കത് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്നോട് ഇടപെടുമാറാകണമേ. എന്നോട് സംസാരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, നല്ല പ്രഭാതനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായി സ്തോത്രം. നിന്റെ വചനവുമായി കർത്താവ് നിന്റെ സന്നിധിയിൽ അടിയങ്ങൾ അടുത്തു വരുന്നു. നിന്റെ വചനം ഇരുവായത്തിലും മൂർച്ചയേറിയ വാളാണല്ലോ. ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് ഇടപെടുമാറാകണമേ. എന്നോട് നീ സംസാരിക്കണമേ. അനുഗ്രഹം പ്രാപിച്ച്, വിടുതൽ പ്രാപിച്ച്, കർത്താവ് വിശ്വാസത്തിൽ ഉറപ്പ് പ്രാപിച്ച് ഇന്ന് പാൽക്കാലം മടങ്ങി ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോകാൻ നീ ഞങ്ങളെ അനുവദിക്കണമേ. ഏഴ് അടിയനെ ഉപയോഗിക്കണമേ. യേശു ക്രിസ്തു നാമത്തിനെ ആമേൻ. യേശു യെരിഹോവിൽ എത്തി. യേശു യെരിഹോവിൽ എത്തിയതായിട്ട് ഇതിനു മുമ്പ് ബൈബിളിൽ, പുതിയ നിയമത്തിൽ എങ്ങും എഴുതിയിട്ടില്ല. അതുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ ആ ഭാഗത്തിൽ അല്പം ഇമ്പോർട്ടൻസ് നൽകി എഴുതിയിരിക്കുന്നത്. യേശു യെരിഹോവിലെത്തി. യേശു യെരിഹോവിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, യേശു യെരിഹോവിൽ നിന്ന് പോകുമ്പോൾ എന്ന് എഴുതിയിട്ടുണ്ട്. യേശു യെരിഹോവിൽ വെച്ച് 2 വ്യക്തികളെ കണ്ടുമുട്ടിയതായിട്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുമുമ്പ് യെരിഹോവിനെ പറ്റി ഒരു കാര്യം ഞാൻ പറയട്ടെ. യഹൂദന്മാർ യെരിഹോ പട്ടണത്തിൽ അധികം സന്ദർശനം നടത്താറില്ലായിരുന്നു. പഴയ നിയമം പഠിച്ചാൽ ശപിക്കപ്പെട്ട പട്ടണമായിട്ടാണ് യെരിഹോ പട്ടണത്തെ കണ്ടിരുന്നത്. ബൈബിൾ കുറച്ചുകൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ, ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണമാണ് യെരിഹോ പട്ടണമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നത് ഒരു ശപിക്കപ്പെട്ട പട്ടണമെന്നാണ്. യോശുവയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം അതിന്റെ മതിലുകളൊക്കെ തകർന്നു വീണ സംഭവങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കാറുണ്ട്. യേശു ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു വ്യക്തി യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് അവനെ കള്ളന്മാർ പിടിച്ചു, ഉപദ്രവിച്ചു. കള്ളന്മാരാലും കൊള്ളക്കാരാലും കൊണ്ട് നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു യെരിഹോ പട്ടണം. അതുപോലെ തന്നെ ശപിക്കപ്പെട്ടൊരു പട്ടണമായിരുന്നു. ഇവിടെ നാം കാണുന്നത് അന്ധനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ അന്ധന്മാർ വസിച്ചിരുന്ന നമ്മുടെ സാധാരണ ഒരു പട്ടണം പോലുള്ളൊരു പട്ടണമായിരുന്നു. നമുക്കിപ്പോൾ ലൂക്കോസ് സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ അന്യായത്തിൽ ചുങ്കം പിരിക്കുന്ന സക്കായി ഉണ്ടായിരുന്ന ഒരു പട്ടണമായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്യായക്കാരെ കൊണ്ടും നിറഞ്ഞൊരു പട്ടണമായിരുന്നു ഈ യെരിഹോ പട്ടണം. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ദേശം പോലെ തന്നെ ഒരു അധികം ശ്രേഷ്ഠതകളൊന്നും പറയാനില്ലാത്ത, ബലഹീനതകൾ മാത്രം പറയാനുള്ള ഒരു ദേശമായിരുന്നു, ഒരു പട്ടണമായിരുന്നു യെരിഹോ പട്ടണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, കർത്താവേ, എൻ്റെ പട്ടണത്തിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ വില്ലേജിൽ നീ കടന്നു വരുമോ എന്ന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ ഭവനത്തിൽ നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരെ കടന്നു വരാറുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു യെരിഹോവിലെത്തി എന്ന് പറഞ്ഞാൽ നീ ഇരിക്കുന്ന അവസ്ഥയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ ഭവനത്തിൽ, നിന്റെ ദേശത്തെ കടാക്ഷിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എന്റെ യേശുവിന് കടന്നു വരാൻ പറ്റാത്തതായ ഒരു സ്ഥലവുമില്ല നീ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ. ഒരു കാര്യം കൂടെ, ചരിത്രത്തിന്റെ ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. യഹൂദന്മാർ കടന്നു പോകാത്തതിന്റെ കാരണം അത് ശമരിയ പട്ടണത്തോട് ശമരിയ പ്രോവിൻസോടുകൂടി, പ്രവിശ്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണമായിരുന്നു യെരിഹോ പട്ടണം. ശമരിയക്കാരുമായിട്ട് യഹൂദന്മാർക്ക് യാതൊരു സമ്പർക്കവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ശമരിയക്കാരത്തെ സ്ത്രീ വെള്ളം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരത്തെയായി എന്നോട് നീ വെള്ളം ചോദിക്കുന്നതിന്റെ
കാരണമെന്ത്? ഈ ശമരിയ, ഗാലിലി, യഹൂദ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം ഇസ്രയേൽ അല്ലേ എന്ന് തോന്നും. ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കാരണം യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഇസ്രയേൽ ദേശം 3 ഭാഗമായി വിഭാഗിക്കപ്പെട്ടിരുന്നു. അപ്പർ ഭാഗത്തിന് ഗാലിലി എന്ന് പറയുന്നു. അതിന് ശേഷമുള്ള സ്ഥലമാണ് ശമരിയ പ്രോവിൻസ് എന്ന് പറയുന്നു. അതിന്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് യഹൂദ ദേശം എന്ന് പറയുന്നത്. അങ്ങനെ 3 പ്രോവിൻസ് ആയിട്ട് തിരിച്ച് 3 പ്രൊക്കൗൺസിൽസിനെ വെച്ച് റോമൻ സാമ്രാജ്യം അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ 3 സ്ഥലത്തുമുള്ളത് ആ ദേശത്തു നിന്നുള്ള ഭരണാധികാരികളെ രാജാവായിട്ടല്ല, അവരെ കൗൺസിലർമാരായിട്ട് അവിടെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ മുകളിൽ ഒരു വ്യക്തിയുണ്ട്, ഒരു റോമൻ അധികാരത്തിൽ റോമി വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് പീലാത്തോസ് എന്ന് പറയുന്ന വ്യക്തി. ആ പുള്ളി, അദ്ദേഹം ഇസ്രയേൽക്കാരനല്ല, യഹൂദക്കാരനല്ലായിരുന്നു. റോമിൽ നിന്ന് വന്ന് അവിടെ അധികാരം നടത്തുന്ന ഈ ഭരണാധികാരികൾ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന വ്യക്തിയായിരുന്നു പീലാത്തോസ് എന്ന വ്യക്തി. യേശുവിന്റെ പണ്ട് ഈ ഇസ്രയേൽ 3 പ്രോവിൻസ് അല്ലായിരുന്നു, ഒറ്റ രാജ്യമായിരുന്നു. നമുക്കറിയാം, ശൗലിന്റെ കാലഘട്ടത്തിൽ, ദാവീദിന്റെ കാലഘട്ടത്തിൽ, ശലോമോന്റെ കാലഘട്ടം വരെ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഒറ്റ രാജ്യമായിരുന്നു. എന്നാൽ ശലോമോന്റെ ഭരണത്തിന് ശേഷം, അല്ലെങ്കിൽ മരണത്തിന് ശേഷം, രാജ്യം 2ആയി വിഭാഗിക്കപ്പെടുവാനിടയായി തീർന്നു. കഥകളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ശലോമോൻ വളരെയധികം ചുങ്കം അല്ലെങ്കിൽ ടാക്സ് ജനങ്ങളുടെ മേൽ ചുമത്തിയതിനാൽ ജനം വളരെ കഷ്ടതയിലായിരുന്നു. അതിന്റെ കാരണം നമുക്കറിയാം, ശലോമോന് 700 ഭാര്യമാരും 300 വെപ്പാട്ടികളുമായി 1000 പേരുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ചിലവേറിയ കാര്യമായിരുന്നു. 1000 പേർക്ക് കൊട്ടാരങ്ങൾ പണിയണം, അവർ അന്യജാതിക്കാരായിരുന്നു, അവരുടെ ദേവീദേവന്മാർക്ക് മന്ദിരങ്ങൾ, ക്ഷേത്രങ്ങൾ പണിയണം. അതുകൊണ്ട് പണത്തിന് വളരെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് ജനങ്ങളിൽ മേൽ വളരെയധികം ചുങ്കം, ടാക്സ് ഇമ്പോസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ഏകദേശം 10-11 നമുക്ക് പറയാം ഗോത്രങ്ങൾ ഒരുമിച്ച് യെരോബിയാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ റഹോബയാം, ശലോമോന്റെ മകൻ റഹോബയാമിന്റെ അടുക്കൽ വന്ന് പ്രകാരം പറഞ്ഞു, നിന്റെ പിതാവ് ഞങ്ങളുടെ മേൽ വലിയൊരു ഭാരം ചുമത്തിയിരിക്കുന്നു, അത് ഞങ്ങൾക്ക് ലഘുവാക്കി തരണം. നമുക്ക് ആ കഥകളെല്ലാം അറിയാം. റഹോബയാം പറഞ്ഞു, എൻ്റെ വിരൽ അപ്പൻ്റെ തയ്യേക്കാളും വണ്ണമുള്ളതായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ചുങ്കം കുറയ്ക്കില്ലെന്നല്ല, ഞാൻ അതിൽ നിങ്ങൾക്ക് അത് കൂട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, ഏകദേശം 10-11 ഗോത്രങ്ങൾ ഇസ്രായേൽ രാജ്യത്ത് നിന്ന്, യഹൂദയിൽ നിന്ന് വേറിട്ട് വേറൊരു രാജ്യം സ്ഥാപിച്ചു. ആ രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ. അതിൻ്റെ തലസ്ഥാനമാണ് ശമരിയ. റഹോബിയാമിന്റെ രാജ്യത്തിന്റെ പേരാണ് യഹൂദ. അതിന്റെ തലസ്ഥാനമായിരുന്നു യെരുശലേം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനം യഹൂദ ജനത്തോട് യുദ്ധം ചെയ്തു എന്ന്. പലപ്പോഴും നമുക്ക് ബൈബിൾ വായിക്കാൻ മനസ്സിലാകത്തില്ല, ഇസ്രായേൽ ജനവും യഹൂദ ജനങ്ങളും എല്ലാം യഹൂദരാണല്ലോ, പിന്നെന്താണ് ഈ ഡിവിഷൻ എന്നുള്ളത് മനസ്സിലാകത്തില്ല. അതാണ് ആ ഡിവിഷന്റെ കാലഘട്ടം. എന്നാൽ ഇസ്രായേൽ മാറി യെരുശലേമിലായിരുന്നു ദേവാലയം. ശമരിയ ദേശത്ത് അവർ വലിയ ജനക്കൂട്ടമായിരുന്നെങ്കിലും ദേവാലയം അവർക്കില്ലായിരുന്നു. നമുക്കറിയാം, ഷ്രൈനുകൾ 2 അതിർത്തിയിലും സ്ഥാപിക്കുവാൻ ഇടയായി തീർന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേൽ രാജ്യം വിഗ്രഹാരാധനയിലേക്ക് വീഴുകയും, നമുക്കറിയാം BC 722 അസീറിയയിൽ നിന്ന് രാജാവ് വന്ന് യുദ്ധം ചെയ്യുകയും ഇസ്രയേൽ ഉണ്ടായിരുന്നവരെ, ശമരിയിൽ ഉണ്ടായിരുന്നവരെല്ലാം അസീറിയയിലേക്ക് കൊണ്ടുപോവുകയും അസീറിയയിലുള്ള ജനത്തെ ശമരിയയിൽ കൊണ്ട് പാർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പാർപ്പിച്ചതിൻ്റെ ഫലമായി അടുത്ത തലമുറ ഇസ്രയേൽ ജനവും അസീറിയൻ ജനവും തമ്മിലുള്ള മിക്സഡ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ഉത്പന്നം ഉണ്ടാകുവാനിടയായി തീർന്നു. ഒരു മിക്സഡ് ജനറേഷൻ. അവർ ഇസ്രയേൽക്കാരുമല്ല, അന്യജാതിയുമല്ല, അസീറിയനുമല്ല, രണ്ടും കൂടിക്കലർന്ന ഒരു ജനത അടുത്ത തലമുറ ഉളവാകാനിടയായിരുന്നു. ആ തലമുറയുടെ പേരാണ് ശമരിയക്കാര്. അതുകൊണ്ട് യഹൂദന്മാർ ഒരിക്കലും അന്യജാതിക്കാരെക്കാളും നികൃഷ്ടമായിട്ടാണ് ഈ ശമരിയക്കാരെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ശമരിയ ദേശത്ത് പോലും അവർ കാൽ വെക്കിയില്ലായിരുന്നു. ഗലീലിയിൽ പാർക്കുന്ന യഹൂദന്മാർ യഹൂദ ദേശത്തേക്ക് വരുമ്പോൾ ശമരിയയിൽ കൂടി വരാതിരിക്കുവാൻ വേണ്ടി അവർ യോർദാൻ നദിയുടെ തീരത്തൂടെ കടന്ന് അവർ യഹൂദ ദേശത്ത് പ്രവേശിക്കുമായിരുന്നു. യഹൂദ ദേശം നമുക്കറിയാം, യേശു ക്രിസ്തു പല പ്രാവശ്യം ബഥാനിയയിൽ വന്നിട്ടുണ്ട്. ആ യോർദാൻ നദിയുടെ തീരത്തൂടെ കടന്ന് ബഥാനിയ പട്ടണത്തിൽ കടന്നിട്ട് 3 കിലോമീറ്റർ ഉള്ള അവിടുന്ന് യെരുശലേം പട്ടണത്തിലേക്ക് അതുവഴിയായിരുന്നു സാധാരണ അവർ യാത്ര ചെയ്തിരുന്നത്. അവർ ഒരിക്കലും യെരിഹോവിൽ കൂടിയോ ശമരിയയിൽ കൂടിയോ ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് യേശു യെരിഹോവിൽ എത്തി
വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ കയറി ചെല്ലത്തില്ല എന്ന് ജനം കൽപ്പിക്കുന്നിടത്ത് വരെ യേശു കടന്നു ചെല്ലുവാനിടയായി തീരണം. ലോകം എന്തെല്ലാം എഴുതിയാലും എന്തെല്ലാവരും പറഞ്ഞാലും ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതിൻ്റെ ഒരു കാര്യം ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. യേശു എന്തിനാണ് എരിഹോവിൽ എത്തിയത്? ഒരു പക്ഷേ നീണ്ട നാളുകളായി എരിഹോവിന്റെ വഴിവക്കിൽ ഇരിക്കുന്ന തിമായിയുടെ മകനായ ബർത്തിമായി അനേകം പ്രാവശ്യം യേശുവിന്റെ അത്ഭുത പ്രവൃത്തികൾ കേട്ടിട്ടുണ്ടായിരിക്കാം, അതിശയ പ്രവൃത്തികൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അവൻ ഒരുപക്ഷെ നീണ്ട നാളുകളായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, കർത്താവേ, ഞാൻ അന്ധനായ ഒരു വ്യക്തിയാണ്, എനിക്ക് നീ ഇരിക്കുന്നിടത്ത് വരുവാൻ കഴിയില്ല, ഒരിക്കലെങ്കിലും നീ എൻ്റെ വഴിവക്കിലൂടെ ഒന്ന് കടന്നുപോയെങ്കിൽ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമായിരുന്നു. Praise the Lord. Praise the Lord. അവന്റെ നീണ്ട നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം യേശു യെരിഹോവിൽ എത്തി എന്ന് ബൈബിളിൽ വരെ രേഖപ്പെടുത്തുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്നൊരു ദൈവമുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അന്ധനായത് കൊണ്ടാണ് യേശു അവൻ്റെ അടുത്ത് വന്നത്. നമ്മൾ അന്ധരല്ലെങ്കിൽ ഇരിക്കുന്നിടത്തിരുന്ന യേശു വരത്തില്ല. അതിന് ഉദാഹരണങ്ങൾ പറയാം. സക്കായി ഇരുന്നിടത്ത് യേശു ചെന്നില്ല, സക്കായിക്ക് യേശു പോകേണ്ട വഴിയെ ഓടേണ്ടതായിട്ട് വന്നു. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? യേശു പോകുന്ന വഴിയെ അവൻ ഓടിക്കഴിഞ്ഞ ശേഷമാ അവൻ യേശുവിനെ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്റെ അവസ്ഥ ദൈവം അറിയുന്നുണ്ട്. നീ ഓടേണ്ടടുത്ത് ഓടണം, പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കണം. അപ്പോൾ ദൈവം നിന്നെ പ്രവർത്തിക്കുവാനിടയായിത്തീരും, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനിടയായിത്തീരും. അത് നിന്റെ അവസ്ഥ എന്തെല്ലാമായാലും നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കണം. അവിടെ ബർത്തിമായെ പറ്റി എഴുതിയിരിക്കുന്ന എല്ലാം അവന്റെ കുറവുകളാണ്, അല്ലേ? അവൻ ജന്മന അന്ധനും വഴികേറിയിരിക്കുന്നവനും ഭിക്ഷ യാചിക്കുന്നവനുമായിരുന്ന അവന്റെ യോഗ്യത ഒന്നുമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ അയോഗ്യതയാ ദൈവം പ്രവർത്തിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന വലിയൊരു വഴി. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ട്, കർത്താവ്, എനിക്ക് എൻ്റെ ചുറ്റുമിരിക്കുന്നവരെ പോലും പറയുവാൻ ഒന്നുമില്ലല്ലോ, പ്രശംസിപ്പാൻ ഒന്നുമില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ബലഹീനതകളല്ലാതെ, കുറവുകളല്ലാതെ ശ്രേഷ്ഠത എന്ന് പറയാൻ ഒന്നുപോലും ഇല്ലല്ലോ, എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ നിനക്ക് കഴിയുമോ? പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്, എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുമോ? എന്നിൽ യാതൊരു യോഗ്യതയുമില്ല, എൻ്റെ കൂട്ടു സഹോദരനെ പോലെ അത്രയും പോലുമല്ല ഞാൻ, അതുപോലെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല, പാടുവാൻ കഴിയത്തില്ല, ഒന്ന് പ്രസംഗിക്കുവാൻ കഴിയത്തില്ല, ഒരു സുവിശേഷം പറയാൻ പലപ്പോഴും കഴിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസമില്ല, കുടുംബ മഹിമയില്ല, ശ്രേഷ്ഠതയില്ല. എങ്കിൽ ദൈവമേ, നീ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമോ? ഈ ഭാഗം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യെരിഹോവിലെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അതും ഇതിന്റെ വലിയൊരു കാതലായ ഭാഗമാണ്. ഗാഡ് നെവർ അണ്ടർഎസ്റ്റിമേറ്റ്സ് എനി മാൻ ഓൺ ദി എർത്ത്. ദൈവം ഒരുത്തനെ കുറച്ച്, അവൻ ധനാഢ്യനായിരുന്ന സക്കയ്യെ പറ്റി പറഞ്ഞിരിക്കുന്ന എല്ലാം അവന്റെ ശ്രേഷ്ഠതയാണ്, അല്ലേ? അവൻ ധനവാനായിരുന്നു, അവൻ ചുങ്കക്കാരനായിരുന്നു, ഇൻകം ടാക്സ് ഓഫീസർ ആയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. അവൻ കടന്നു വരുമ്പോൾ റോഡിൽ ആളുകൾ അവന് വഴിമാറി കൊടുക്കുമായിരുന്നു. എന്നാൽ ബർത്തിമായി അങ്ങനെയല്ലായിരുന്നു, അവൻ അന്ധനായിരുന്നു. രണ്ടും രണ്ടറ്റത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒന്ന് ധനത്തിന്റെ മൂർത്തിഭാവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഒന്ന് ഭിക്ഷയാചിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ. രണ്ടു പേർക്കും ദൈവം ഒരുപോലെയാ പ്രവർത്തിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരെ കുറച്ച് കാണാറില്ല. ഗോഡ് നെവർ അണ്ടർഎസ്റ്റിമേറ്റ്സ് എനി മാൻ ഓൺ ദി എർത്ത്. നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നാലും, എപ്രകാരം ജീവിക്കുന്നവരായിരുന്നാലും, നിന്റെ ഉള്ളിൽ ബർത്തിമായ്ക്ക് കരയുവാൻ ഒരു മനസ്സുണ്ടായിരുന്നു. ഹല്ലേലൂയ. സക്കായിക്ക് ഓടുവാൻ ഒരു മനസ്സുണ്ടായിരുന്നു. അവന്റെ പ്രവൃത്തിയെ, അവന്റെ പദവിയെ, അവന്റെ ധനത്തെ എല്ലാം മറന്ന് നടുറോഡിക്കൂടി ഓടുവാനുള്ള ഒരു ആഗ്രഹം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ബർത്തിമായുടെ പ്രതികൂലങ്ങളെല്ലാം പറഞ്ഞപ്പോൾ, എല്ലാവരും ശാസിച്ചപ്പോൾ ഉറക്കം നിലവിളിക്കുവാൻ ഒരു ആഗ്രഹം അവന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. Praise the Lord. നമ്മുടെ അവസ്ഥ എന്തെന്നല്ല അറിയുന്ന ദൈവം നോക്കുന്നത്, നമ്മുടെ ഹൃദയം എപ്രകാരമായിരിക്കുന്ന. ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എത്രമാത്രം വാഞ്ചയുണ്ട് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ബർത്തിമായിരുന്ന വഴിയിലൂടെ യേശു കടന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ, ആ ബർത്തിമായ്ക്ക് വേണ്ടി മാത്രമായിരിക്കാം യേശു യെരിഹോയിൽ കൂടി വന്നത്. ഒരേ ഒരു പ്രാവശ്യം വളരെ വലിയൊരു പുരുഷാരത്തിന്റെ ആരവം. ബർത്തിമായി ചോദിച്ചു, എന്താണ് ഈ ശബ്ദം? ആരോ അവനോട് പറഞ്ഞു, നസറേനായ യേശു കടന്നു പോകുന്നതിന്റെ ആരവമാണ്. അടുത്ത സെന്റൻസിനെ വളരെയധികം എന്നെ ടച്ച് ചെയ്തു. ബർത്തിമായി എന്താ പറഞ്ഞറിയുമോ?
ഭർത്തിമായി ഉടനെ ഉറക്കം നിലവിളിക്കുകയാണ്, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ ചോദ്യം എന്താണെന്നറിയാമോ? നസറേനായ യേശു കടന്നു പോകുന്നു പറഞ്ഞപ്പോൾ ഇവൻ ദാവീദ് പുത്രനാണെന്ന് ഇവനോട് ആരാ പറഞ്ഞത്? ഞാൻ മനസ്സിലായോ? ദാവീദ് മരിച്ചിട്ട് വർഷങ്ങളായെന്നേ, 100 കണക്കിന് വർഷങ്ങളായി ദാവീദ് മരിച്ചിട്ട്. ഇവൻ ബൈബിൾ വായിച്ചിട്ടില്ല, കാരണം ഇവൻ അന്ധനാ. ഇവൻ പള്ളിയിൽ പോയി ആരാധിച്ചിട്ടില്ല, കാരണം ഇവൻ അന്ധനാണ്. ഇവനോട് ആരാ പറഞ്ഞത്? നസറേനായ യേശു എന്ന് പറഞ്ഞാൽ നസ്രയത്തിൽ വളർന്ന അവിടുത്തെ ഒരു താമസക്കാരന് മാത്രമേ ഉള്ളൂ അർത്ഥം. എന്നാൽ ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ ഈ അണ്ടകടാങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടിതാവെന്ന വാക്കിന്റെ അർത്ഥം, വരുവാനുള്ള മശിഹാന്റെ അർത്ഥം. ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ എന്നെ നിർമ്മിച്ചവൻ, എന്റെ സൃഷ്ടിതാവെന്ന വാക്കിന്റെ അർത്ഥം. ഈ അന്ധനായ വ്യക്തിയോട് ആരാ ഇത് പറഞ്ഞത്? കൂടെ നടക്കുന്നവർക്ക് ഇല്ലാത്ത വെളിപ്പാട് ഈ അന്ധനായ വ്യക്തിക്ക് എവിടുന്നാ ലഭിച്ചത്? ഇന്ന് വൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പള്ളിയിൽ വരരുത്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് സാക്ഷി പറയാൻ നിൽക്കരുത്. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിനക്കൊരു ബോധമുണ്ടായിരിക്കണം, ഒരു അറിവുണ്ടായിരിക്കണം. ഞാൻ ഈ ആരാധിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, അവൻ ആരാണ്, അവൻ എങ്ങനെയുള്ളവനാണെന്ന് മറ്റുള്ളവരെക്കാൾ ഒരു തിരിച്ചറിവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ജനക്കൂട്ടം പറയുന്നത് കേട്ട് ആരാധിക്കാൻ നിൽക്കരുത്. ജനക്കൂട്ടം പറയുന്നത് കേട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. നിന്റെ ഉള്ളിലുള്ള ബോധ്യം നിന്നെ മുന്നോട്ട് നയിക്കണം. അല്ലെങ്കിൽ പ്രശ്നം തന്നറിയാമോ? ജനക്കൂട്ടം പറയുന്നത് കേട്ട് ആരാധിച്ചാല് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ വിട്ടങ്ങ് പോവും. പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതികൂലം വരുമ്പോ പിന്നെ യേശുവിന്റെ കൂടെ കാണത്തില്ല. ഈ പുരുഷാരം ഒന്നും യേശുവിന്റെ കൂടെ അവസാനം വരെ ഇല്ലായിരുന്നു. പ്രൈസ് ലോർഡ്. എന്നാൽ അവസാനം എഴുതിയിരിക്കുന്നത് ഈ പുള്ളി യേശുവിനെ പിൻപറ്റിയെന്ന് എഴുതിയിരിക്കുന്നത്. കാരണം ജനം പറയുന്നത് കേട്ടല്ല ആരാധിച്ചത്, ജനം പറയുന്നത് കേട്ടല്ല പ്രാർത്ഥിച്ചത്, ജനം പറയുന്നത് കേട്ടല്ല നിലവിളിച്ചത്. അവൻ യേശുവിനെ കാണുന്നതിന് മുമ്പേ അവന്റെ ഉള്ളിൽ ഒരു അറിവുണ്ടായിരുന്നു. നസ്രേൻ വെറും നസ്രേനല്ല, അവൻ അണ്ടകടാകളെ സൃഷ്ടിച്ച സൃഷ്ടിതാവാണ്. എന്നെ അന്ധനാക്കി സൃഷ്ടിച്ചവനാണ്. എന്റെ അവസ്ഥയ്ക്ക് അവന് മാത്രമേ മാറ്റം വരുത്തുവാൻ കഴിയത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞ സെന്റൻസിന്റെ അർത്ഥം ഞാൻ ഏറ്റവും അവസാനം പറയാം. അവന് മാത്രമേ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുമെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇവൻ ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ കൂടെയുള്ളവർ അവനെ ചെന്ന് ശാസിക്കാൻ തുടങ്ങി. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ദേവദാസന്മാർ പറയും, അവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ട് പോകേണ്ടവരാണ് ശാസിച്ചത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതൊക്കെ അപ്രകാരമാണ്. അത് തന്നെയാണ് നടത്തി വരുന്നതും. നമ്മുടെ കൂടെ ഇരിക്കുന്നവർ ചിലപ്പോൾ നമ്മുടെ കഷ്ടതയും നമ്മളോട് കൂടി കാണത്തില്ല കേട്ടോ. നമ്മുടെ കൂടെ കൈയടിക്കുന്നവരോ പാട്ട് പാടുന്നവരോ ഒന്നും കാണത്തില്ല. ഇത്രയും നാൾ അത്ഭുതം കണ്ടവരും അനുഗ്രഹം പ്രാപിച്ചവരും ഒന്നും കാണത്തില്ല. നിനക്ക് നിലവിളിക്കാമെങ്കിൽ നീ നിലവിളിക്ക്, നിന്റെ നിലവിളി എൻ്റെ ദൈവം കേൾക്കുമെന്ന് യാതൊരു മാറ്റവുമില്ല. അവരൊന്ന് പറഞ്ഞു, നീ ചുപ്ര, ഞങ്ങളുടെ ഭാഷ പറഞ്ഞു ചുപ്ര, നീ മിണ്ടാതിരി, നീ മിണ്ടാതിരി. നീ ആരാ? നീ അന്ധനാ, നീ ഭിക്ഷകനാ, നീ യാചകനാ, നീ വഴിയേറിയിരിക്കുന്നത്, നിനക്ക് സമൂഹത്തിൽ സ്ഥാനമില്ല, നിനക്കിപ്പോ വോയിസ് ഇല്ല. യേശുവിന്റെ കൂടെ ഉള്ളവരെല്ലാം വലിയ വലിയ ആൾക്കാരാണ്, നീ മിണ്ടാതിരി. ഭർത്തിമായി മിണ്ടാതിരുന്നോ? ബൈബിൾ എഴുതിക്കുന്ന അവൻ ഉറക്കെ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാ പറഞ്ഞത്. അവനറിയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു മേടിച്ചൊരു സമയമാണിത്. എനിക്ക് കിട്ടിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത്. ആരെല്ലാം എന്നെ എതിർത്താലും ഞാൻ ഇന്ന് കരയുക തന്നെ ചെയ്യും. എൻ്റെ യേശുവിനോട് കരയില്ലെന്ന് പറയത്തില്ല, എൻ്റെ യേശുവിനോട് പ്രാർത്ഥിക്കരുതെന്ന് പറയത്തില്ല. ആരെല്ലാം എതിർത്താലും ലോകം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ, നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മളെ ലോകം തടയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ വേദന അവർക്കറിയത്തില്ല, നമ്മുടെ ഹൃദയത്തിന്റെ വേദന അവർക്കറിയത്തില്ല. എങ്കിൽ നീ ഉറച്ചു പ്രാർത്ഥിച്ചാൽ നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്റെ നിലവിളിക്ക് മറികടക്കയില്ല. വൃത്തിമായി ഉറക്കെ നിലവിളിച്ചെന്നാ വായിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്രയോ പ്രാവശ്യം നമ്മൾ അനുഗ്രഹത്തിന്റെ വക്കിലെത്തിയിട്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലവും മറ്റുള്ളവരുടെ വാക്ക് മൂലവും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ കാരണം നമ്മൾ പ്രാർത്ഥന നിർത്തിയിട്ടില്ലേ? നമ്മൾ ഉപവാസ പ്രാർത്ഥന നിർത്തിയിട്ടില്ലേ? പള്ളിയിൽ പോകുന്ന നിർത്തിയിട്ടില്ലേ? പലപ്പോഴും അതുകൊണ്ടല്ലേ ഇപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു പ്രാപിക്കാത്തതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നമ്മൾ അടുത്ത് ചെന്നിട്ടും സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം മറ്റുള്ളവരുടെ വാക്ക് മൂലം നമ്മൾ മടങ്ങിപ്പോയ എത്രയോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഭർത്തിമായി നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലായിരുന്നു. അവൻ ഉറക്കം നിലവിളിച്ചെന്ന അവൻ ചിന്തിച്ചു, ഈ ജനം എന്നെ തല്ലിക്കൊള്ളട്ടെ, അടിച്ചുകൊള്ളട്ടെ, ഉപദ്രവിച്ചുകൊള്ളട്ടെ, എങ്കിലും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്.
ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ ചിലർ വന്ന് അവൻ്റെ അടുത്ത് പറയും, ഭർത്തിമായി നീ ഇപ്പം മിണ്ടാതിരി, യേശു പെസഹ ആചരിക്കാൻ വേണ്ടി യെരുശലേമിലേക്ക് കടന്നു പോവുകയാണ്. അവൻ അവിടെ ചെന്ന് പെസഹ ആചരിച്ച് മടങ്ങി വരുമ്പോൾ ഇത്രയും പുരുഷാരമൊന്നും അവൻ്റെ കൂടെ കാണത്തില്ല. അപ്പോൾ ഞാൻ നിനക്കൊരു അവസരം ഉണ്ടാക്കി തരാം യേശുവിനോട് സംസാരിക്കാൻ. അല്ലെങ്കിൽ പലപ്പോഴും പലരും അങ്ങനെ പറഞ്ഞിട്ടില്ലേ, സഹോദരി ഇതൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ, ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, ഞാൻ നിനക്ക് വേറൊരു അവസരം തരാം എന്ന് പറഞ്ഞ് പലപ്പോഴും പ്രാർത്ഥന നിർത്തിയിട്ടില്ലേ. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, ഹോസ്റ്റലിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പറയും, അമ്മ പ്രാർത്ഥിക്കാനൊക്കത്തില്ല, കൂടെ പഠിക്കുന്നവരുണ്ട്, കൂടെ കിടക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും ഹന്നയുടെ അവസ്ഥ അറിയോ, ഹന്നയ്ക്ക് വീടിനകത്തൊരു വ്യക്തി ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ കളിയാക്കാൻ വേണ്ടി. പുള്ളി പ്രാർത്ഥന നിർത്തിയില്ല, പുള്ളി പ്രാർത്ഥന മെത്തേഡ് മാറ്റി അല്ലേ. പ്രാർത്ഥന നിന്റെ കൂടെ കിടക്കുന്ന വ്യക്തി കേൾക്കാതെ സ്വർഗത്തിലേക്കും ദൈവത്തോട് നിനക്ക് സംസാരിക്കാൻ കഴിയും. എങ്കിലും പ്രാർത്ഥന നിർത്തരുത്, നിന്റെ അവസരം നീ നഷ്ടപ്പെടുത്തരുത്, ഞാനൊരു കാര്യം പറയട്ടെ, സത്യം പറയട്ടെ. ഈ ഭക്തിമായി യേശു മടങ്ങി വരുമ്പോൾ ഞാൻ അവനെ കണ്ടുകൊള്ളാം, ഇപ്പോൾ ഞാൻ നിലവിളിക്കുന്ന നിർത്തിയാക്കാം എന്ന് ഒരിക്കലെങ്കിലും അവൻ്റെ ജീവിതത്തിൽ അവൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരത്തില്ലായിരുന്നു. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കാണുന്നത് യേശു യെരുശലേമിലേക്ക് ചെന്ന് കാൽവരി ക്രൂശിൽ അവൻ അവിടെ മരിക്കുവാനിടയെത്തുന്നു. ഒരിക്കലും യേശു മടങ്ങി വന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപക്ഷെ ഇന്നത്തെ ഈ സാഹചര്യം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. നാളത്തെ ഒരു അവസരത്തിന് വേണ്ടി നിങ്ങൾ പാഴാക്കരുത് ഇന്നത്തെ അവസരം. കരച്ചിൽ നിർത്തരുത്, ഹല്ലേലൂയ, പ്രാർത്ഥന നിർത്തരുത്, ആരാധന നിർത്തരുത്. നിങ്ങൾ ഉറക്കെ നിലവിളിക്കണം. കാരണം നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. എത്ര പുരുഷാരത്തിന്റെ ആരവമായാലും നിന്റെ ദയനീയമായ ദീനമായ ഒരു ശബ്ദം അവന്റെ കാതുകളിൽ അലയടിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റവുമില്ല. നമ്മൾ എവിടെയായിരുന്നാലും, ഏത് അവസ്ഥയിലുള്ളവരായിരുന്നാലും, എപ്രകാരം ജീവിച്ചിരുന്നവരായാലും, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥന നിലവിളി എൻ്റെ ദൈവം കേൾക്കുക തന്നെ ചെയ്യും. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. ഭൃത്യമായി ഉറക്കെ നിലവിളിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എ ക്രൈ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരു കരച്ചിൽ. ഭൃത്യമായി അന്ന് കരഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരികയില്ലായിരുന്നു. ഭൃത്യമായി ഉറക്കെ നിലവിളിച്ചു. ബൈബിൾ എഴുതിയിരിക്കുന്നത്, യേശു കേട്ടിട്ട് അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്ന് പറഞ്ഞു, വിളിപ്പീനെന്ന് പറഞ്ഞു. ഇപ്പോഴെന്താ സംഭവിച്ചെന്നറിയാമോ? യേശു നിന്ന് അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നേരം അവനെ ശകാരിച്ചവര്, അവനോട് ദേഷ്യപ്പെട്ടവര്, അവനെ കുറ്റപ്പെടുത്തിയവര്, അവനോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞ് അവരുടെ മനസ്ഥിതി മാറുവാനിടയായിരുന്നു അല്ലേ. ഞാൻ ചിന്തിക്കുന്ന പ്രകാരമാണ്, ഇപ്പോൾ അവർ പുരുഷാരത്തിൽ നിന്ന് ഓടുവാണ്. ആരാണ് ഇവനെ എടുത്ത് തോളി വെച്ചോണ്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരും? കാരണം യേശു അവൻ്റെ ശബ്ദം കേട്ടു. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ യേശു നിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നിന്റെ ചുറ്റുപാടുള്ള അവസ്ഥ വരെ മാറും. ഇതുവരെ നിന്നെ വീട്ടിൽ വരാത്തവർ വീട്ടിൽ വന്ന് കൈതരും. ഇതുവരെ നിന്നെ ശകാരിച്ചവര്, നിന്നെ എതിർത്തവര്, നിന്നെ കുറ്റം പറഞ്ഞവര് നിന്റെ കൈപിടിച്ച് നിന്നോട് പ്രൈസ് ലോർഡ് പറയും. നീ ആരുടെയും മനസ്സ് മാറ്റേണ്ട കാര്യമില്ല, നീ ആരോടും ഗർവിക്കേണ്ട കാര്യമില്ല, ആരോടും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ആരുടെ മനസ്സ് മാറ്റാൻ നീ ഒന്നും ചെയ്യേണ്ടെന്ന്, നീ പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമ്പോൾ നിന്റെ ചുറ്റുപാടുമുള്ളവരുടെ മാനസിക ചിന്താഗതി മാറ്റുവാൻ, അവരുടെ ഡീലിംഗ് മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. മനസ്സിലായോ? നമ്മൾ ആരുടെയും തെറ്റിദ്ധാരണ തിരുത്താൻ പോകേണ്ട കാര്യമില്ല. കുറ്റപ്പെടുത്തുന്നത് പറഞ്ഞ് നമ്മൾ പോകേണ്ട കാര്യമേ ഇല്ല. നമ്മളെ ശകാരിക്കുന്നവരോട് എതിർത്ത് നിൽക്കേണ്ട കാര്യവുമില്ല. നീ നിലവിളിച്ചാൽ മതി. നിന്റെ നിലവിളി ദൈവം കേൾക്കുമ്പോൾ നിന്റെ ചുറ്റുപാടുമുള്ളവർ അവസ്ഥ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതാണ് ബൈബിൾ പഠിക്കുന്നത്. ഇപ്പോൾ അവരുടെ ഇടയ്ക്ക് തിക്കും തിരക്കുമാണ്. ആരാണ് ഇവനെ എടുത്ത് യേശുവിൻ്റെ കൊണ്ടുപോകുക? അവരുടെ തോളിൽ, നിന്റെ ശത്രുവിൻ്റെ തോളിലിരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, എന്താ പറയുന്നത്? എൻ്റെ ശത്രുക്കൾ കാണെ എനിക്ക് മേശ ഒരുക്കുന്ന ദൈവം. ശത്രുക്കൾ കാണെ എനിക്ക് മേശ ഒരുക്കുന്ന ദൈവം. ഒരു ഭാഗം കൂടെ അവിടെ ഉണ്ട്. യേശു വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ്റെ കയ്യിലുള്ള പുതപ്പ് എറിഞ്ഞു കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഒരു ഭീഡിൽ അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്നൊരു സാധനം കളഞ്ഞു പോയാൽ കണ്ണുള്ള നമുക്ക് തന്നെ അത് തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ധനായ വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ടറിയാം അവൻ്റെ കയ്യിൽ നിന്നൊരു സാധനം പോയാൽ അത് തിരിച്ച് കിട്ടത്തില്ലെന്ന്. അത് മനസ്സിലാക്കിയിട്ട് തന്നെ അവൻ എറിഞ്ഞു കളഞ്ഞു എന്നാണ് വായിക്കുന്നത്.
അങ്ങനല്ലേ ഇരിക്കുന്നത്. അവൻ എറിഞ്ഞു കളഞ്ഞു. പുതപ്പെന്ന് പറഞ്ഞാൽ ഈ പുതപ്പും നിലത്ത് വിരിച്ചാണ് അവൻ അന്നേക്കുള്ളത്. അവൻ ഞങ്ങളുടെ ഭാഷ കമ്മായിക്കുന്നത്, നേടുന്ന പൈസ കിട്ടുന്നത് ആ പുതപ്പിലാണ്. രാത്രി കാലത്തിൽ ആ പുതപ്പ് പുതച്ചാണ് ഇവൻ കൂടെ ഉറങ്ങുന്നത്. അവൻ്റെ ആകത്തുക ആ പുതപ്പാണ്. അവൻ ഉപജീവനം കഴിക്കുവാനുള്ള ഏക മാർഗം ആ പുതപ്പാണ്. യേശു വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ആ പുതപ്പ് വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. അവനൊരു കാര്യം മനസ്സിലായി, യേശു എൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി ഇനി എനിക്ക് ചെയ്യേണ്ടി വരത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് വരെ ഞാൻ ചെയ്തുകൊണ്ട് വരുന്ന ഈ പ്രവൃത്തി ഇനി ഞാൻ ചെയ്യത്തില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, യേശു കാഴ്ച നൽകാവുന്ന വാഗ്ദത്തം ഒന്നും കൊടുത്തിട്ടില്ല. പറഞ്ഞോടെ, പ്രോമിസ് കൊടുത്തോ? ഒന്നുമല്ല. അവൻ എൻ്റെ അടുക്കൽ വിളിക്കുകയെന്നാ പറഞ്ഞിട്ടുള്ളൂ. അവനൊരു കാര്യം മനസ്സിലായി, എനിക്ക് സൗഖ്യം കിട്ടിയാലും ഇല്ലെങ്കിലും എൻ്റെ ശബ്ദം എൻ്റെ യേശു കേട്ട് കഴിഞ്ഞാൽ ഇനി വരെ ഞാൻ ചെയ്തു വരുന്ന പ്രവൃത്തി ഇനി ഞാൻ ചെയ്യത്തില്ല. ഈ റോഡ് സൈഡിൽ ഞാൻ ഇരിക്കത്തില്ല. ഇനി ഞാൻ ഭിക്ഷ യാചിക്കത്തില്ല. എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. അവനത് വലിച്ചറിഞ്ഞു എന്നാ വായിക്കുന്നത്. എനിക്കിനി ഇതിന്റെ ആവശ്യമില്ലെന്നാ പറയുന്നത്. നമുക്ക് പറ്റുന്ന എന്താണെന്ന് അറിയുമോ? പലപ്പോഴും നമ്മൾ പറയുന്നത് ആദ്യം കാഴ്ച ലഭിക്കട്ടെ, അത് കഴിഞ്ഞാണിത് പുറപ്പ് കളയാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ജീവിക്കും. എനിക്ക് അങ്ങനെ മനസ്സിലാവും, ഞാൻ കാഴ്ച കിട്ടും ഉറപ്പൊന്നും തോന്നിട്ടില്ലല്ലോ, വിളിച്ചതല്ലേ ഉള്ളൂ. കളയാമെന്നേ ഒന്ന് മാറിക്കോട്ടെ. അതുകൊണ്ടാണ് ഇതുവരെ നമുക്ക് കിട്ടാത്തത്. നമ്മുടെ അവസ്ഥ മാറാത്തതിന്റെ കാരണം യേശുവിന്റെ സന്നിധിയിൽ വരുന്ന വ്യക്തി അവൻ കളയേണ്ടതിനെ കളഞ്ഞ്, ഉപേക്ഷിച്ച്, എറിഞ്ഞു കളഞ്ഞ്, പിഴുതു കളഞ്ഞിട്ട് വേണം ദൈവസന്നിധിയിൽ വരുവാൻ. അപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്, അവിടെയാണ് അനുഗ്രഹം സംഭവിക്കുന്നത്, അവിടെയാണ് വിടുതൽ സംഭവിക്കുന്നത്, അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. അത് യേശു പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. സക്കായിയുടെ ഉദാഹരണം തന്നെ പറയാം. സക്കായിയോട് യേശു പറഞ്ഞു, നീ വാ, ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ പറഞ്ഞു. സക്കായി യേശു കൂടെ അങ്ങനെ നടക്കുകയാണ്. പകുതി വഴി എത്തിയപ്പം സക്കായി പറയാം, കർത്താവേ, ഞാൻ എൻ്റെ വസ്തുവിൻ്റെ പകുതി വിറ്റ് പാവപ്പെട്ടങ്ങൾ കൊടുക്കാം. ഞാൻ അന്യായമായി ആരോട് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കും. യേശു അവനോട് പറഞ്ഞായിരുന്നോ? യേശുവോട് പറഞ്ഞോ? ഇല്ല, യേശുവോട് പറഞ്ഞില്ല. നമ്മളാണ് പറയുന്നത്, പാസ്റ്റർ ഇതുവരെ ഒന്നും പറഞ്ഞില്ല, ചലേക, ഞങ്ങളുടെ ഭാഷ ചലേക, പറയുന്നിടം വരെ ചലേക. യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ യേശുവിന് മനസ്സിലായി കാണുമല്ലോ. എന്നിട്ട് യേശു പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ചലേക അല്ലേ? എന്നാൽ സത്യമായിട്ട് ഒരു വ്യക്തി യേശുവിൻ്റെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം ഇല്ലെങ്കിൽ അവൻ യേശുവിൻ്റെ കൂടെ നടന്നിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. എത്ര നാൾ പള്ളിയിൽ വന്നാലും എത്ര നാൾ സ്വത്രാഴ്ച കൊടുത്താലും രൂപാന്തരമില്ലെങ്കിൽ അവൻ സത്യത്തിൽ ഇതുവരെ യേശുവിൻ്റെ കൂടെ നടന്നിട്ടില്ല. എന്ന് പറഞ്ഞ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ യേശുവിൻ്റെ, ഞങ്ങളുടെ ഭാഷ പറഞ്ഞ ഉപസ്ഥിതി, സാന്നിധ്യം അവൻ അനുഭവിച്ചിട്ടില്ല. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവന് കളയേണ്ടതിനെ അവൻ കളയും, എറിയേണ്ടവനെ അവൻ എറിയുവാനിടയായിത്തീരും. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും. പാസ്റ്റർ പറയുന്നവരെ അവൻ നിൽക്കത്തില്ല, കർത്താവ് പറയുന്നവരെ അവൻ നിൽക്കത്തില്ല, പറയേണ്ട കാര്യമില്ല. ആ സാന്നിധ്യം മതി അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ. അതുകൊണ്ടാണ് സക്കായി വീട്ടിൽ ചെന്നോണ്ട് ബോർഡ് വെച്ചു, വസ്തു വിൽപ്പനയ്ക്ക്. ഞാൻ അന്യമായി മേടിച്ചൊരു മടങ്ങി വന്നാൽ 4 മടങ്ങ് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പലപ്പോഴും ചിന്തിക്കും, പെന്തക്കോസ്ത് ജീവിതം പ്രശ്നം ഇതാണ്, നഷ്ടമാണ് അല്ലേ? സക്കായിക്ക് വലിയ നഷ്ടമായിരുന്നു, കർത്താവിനെ കണ്ടതുകൊണ്ട് വലിയ നഷ്ടമായിരുന്നു. രൂപാന്തരം ഉണ്ടാകണം. അവിടെയാണ് ദൈവപ്രവൃത്തി നടത്തുന്നത്. അപ്പോഴാണ് ദൈവം നമ്മുടെ ഭവനത്തിൽ വസിക്കുന്നത്. അപ്പോഴാണ് ഭവനത്തിന് രക്ഷ വരുന്നത്. യേശു കടന്നു വന്നുകൊണ്ട് മാത്രമല്ല, സക്കായുടെ ജീവിതത്തിലുണ്ടായ രൂപാന്തരം കൊണ്ടുമാണ് പറഞ്ഞത് അവൻ്റെ ഭവനത്തിൽ ഇന്ന് രക്ഷ വന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. ബർത്തിമായിക്ക് അവൻ്റെ വാഗ്ദത്തം ഒന്നും കിട്ടിയില്ല, അവന് കാഴ്ച കൊടുക്കാമെന്നും കർത്താവ് പറഞ്ഞില്ല. പക്ഷെ കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ എറിഞ്ഞു കളയേണ്ടതിനെ അവന് എറിഞ്ഞു കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. നമുക്ക് കഴിയുമോ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ എറിഞ്ഞു കളയേണ്ടതിനെ എറിഞ്ഞു കളയാൻ നമുക്ക് പറ്റുമോ? ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റുമോ? ഭൃത്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവിനോട് ചോദ്യം ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നമുക്ക് പലപ്പോഴും ചോദിക്കും, ഒരു സില്ലി ചോദ്യമായിട്ട് ചോദിക്കും കാണും. കാരണം എന്താ അറിയോ, അന്ധനായ വ്യക്തി മുന്നിൽ വന്നാൽ അവനോട് അത് ചോദിക്കേണ്ട കാര്യമില്ല. അവൻ എന്താണ് ചെയ്തു കൊടുക്കേണ്ടതുള്ളത്. കർത്താവിനോട് ചോദിച്ചു,
ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്. ബർത്തിമ ഇതുവരെ പൈസ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, മറ്റൊന്നും ചോദിച്ചിട്ടില്ല. നീ യേശുവിനോട് എന്താണ് ചോദിക്കുന്നത് നിനക്കറിയാമോ? പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? പള്ളി വരുന്ന പൈസയ്ക്ക് വേണ്ടിയാണ്, കടം മാറ്റുവാൻ, ബുദ്ധിമുട്ട് മാറ്റുവാൻ. അല്ല, ജീവിതത്തിന് വ്യതിയാനം സംഭവിക്കാനാണ് കർത്താവിൻ്റെ അടുക്ക വരേണ്ടത്. ജീവിതത്തിന് വ്യതിയാനം സംഭവിക്കാനാണ് കർത്താവിൻ്റെ അടുക്ക വരുന്നത്. അതുകൊണ്ട് കർത്താവ് വെച്ചാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നീ മറ്റുള്ളവരോട് ചോദിക്കുന്നത് പോലെ ചോദിക്കാനാണോ എൻ്റെ അടുത്ത് വരുന്നത്? കർത്താവിൻ്റെ അടുക്ക വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ചോദിക്കണം. കർത്താവ് നമ്മുടെ ആരെയും സപ്ലയർ അല്ല. നമ്മൾ ചോദിക്കേണ്ട കാര്യം ചോദിക്കണം. അതിലുപരിയായി വലിയൊരു സത്യം അവിടെ അടങ്ങിയിട്ടുണ്ട്. അതോടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ വായിക്കുമ്പോൾ അനേക അത്ഭുത പ്രവൃത്തികൾ കാണുന്നുണ്ട്. അനേക രോഗികളെ സൗഖ്യമാക്കിയിരിക്കുന്ന കാര്യം, അനേക മരിച്ചവരെ ഉയർപ്പിച്ചിരിക്കുന്ന കാര്യം. അപ്പോസ്തല പ്രവൃത്തി തൊട്ട് നമ്മൾ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ അനേക അത്ഭുതങ്ങൾ ശിഷ്യന്മാരാൽ നടത്തപ്പെട്ടാണ് നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ പത്രോസൊക്കെ നടന്നു പോകുമ്പോൾ വഴിയിൽ നിഴല് വീണ് രോഗികൾ സൗഖ്യമായെന്നാണ് വായിക്കുന്നത്. എന്നാൽ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ബൈബിളിൽ സുവിശേഷങ്ങളിലല്ലാതെ വേറൊരിടത്തും കുരുടന് കാഴ്ച കൊടുത്തതായിട്ട് ബൈബിൾ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു തന്നതിൻ്റെ സത്യം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്ന കരുത്തില്ല. മനസ്സിലായോ? മരിച്ചവരെ ഉയർപ്പിച്ച പല കാര്യങ്ങളും പഴയ നിയമത്തിലുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി മുതൽ മുന്നോട്ടുണ്ട്. കുരുടർക്ക് കാഴ്ച കൊടുത്തത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് ബൈബിളിൽ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നില്ല, എനിക്കറിയത്തില്ല. കർത്താവോട് ചോദിക്കുന്നത് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്തത് എന്നെ കൊണ്ട് നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ അവസ്ഥ എത്ര കഠിനമായാലും, എത്ര ഭയാനകമായാലും, എല്ലാവരും നിന്നെ തള്ളിയാലും, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും, ഇതുവരെ നീ കേട്ട് കേൾവി പോലും ഇല്ലെങ്കിലും, ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത അവസ്ഥയാണെങ്കിലും, എന്റെ കർത്താവിനെ കൊണ്ട് നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തു മാത്രം ചെയ്ത പ്രവൃത്തിയാണ് കുരുടർക്ക് കാഴ്ച കൊടുത്തു എന്നുള്ളത്. ഇതുവരെയും കേട്ടിട്ടില്ലാത്ത, ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുത വിടുതല്, ഒരു അത്ഭുതം, ഒരു അതിശയം, ഒരു വലിയ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് നീ ഇന്ന് വാൽക്കാലം വിശ്വസിക്കുന്നുവോ? നീ കരയുന്നുവെങ്കിൽ, നീ കരയുവാൻ തയ്യാറാണെങ്കിൽ, ഇതുവരെ ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത, ആരും ചെയ്തിട്ടില്ലാത്ത, ആരെക്കൊണ്ടും കഴിയാത്ത വലിയൊരു പ്രവൃത്തി എന്റെ ദൈവം നിനക്കായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പൽക്കാലം കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇവിടെ നിന്ന് കരയുവാൻ തയ്യാറുള്ള ഓരോ വ്യക്തിയോടും ദൈവം ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്. ബർത്തിമായി അവന് കാഴ്ച പ്രാപിച്ചു. അവൻ കർത്താവിനെ പറഞ്ഞു, കർത്താവേ എനിക്ക് കാഴ്ച വേണം. ആരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് നീ എനിക്ക് വേണ്ടി ചെയ്യണം. ഇതുവരെ ആരും ലോകത്തിൽ ചെയ്തിട്ടില്ലാത്തത്, നീ അല്ലാതെ വേറെ ആരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തി നീ എനിക്ക് വേണ്ടി ചെയ്യണം. അവന് കാഴ്ച പ്രാപിച്ചു. ബൈബിളിൽ എഴുതിക്കുന്നത് അവൻ കർത്താവിനെ പിൻപറ്റിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഇപ്രകാരമാണ്. അടുത്ത ദിവസം രാവിലെ കൃത്യമായി വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും ഒരു കോയിൻ ഉണ്ടെങ്കിൽ അവനെടുത്ത് പോക്കറ്റിലിടും. അവൻ ചിന്തിക്കും, ഇപ്രകാരം മനസ്സിൽ വിചാരിക്കും, വഴിയരികിൽ ഏതെങ്കിലും ഭിക്ഷക്കാരുണ്ടെങ്കിൽ ഞാൻ ഇനി മുതൽ ഭിക്ഷ കൊടുക്കും. ഇതുവരെ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്, ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്തത് ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നീ ഇതുവരെ ഒരിക്കൽ പോലും നിന്നെ കൊണ്ട് സാധിക്കും എന്ന് നീ ചിന്തിക്കാത്ത പ്രവൃത്തി നിന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഭർത്തിമായി ഇതുവരെ ആർക്കും ഭിക്ഷ കൊടുത്തിട്ടില്ല. അവൻ ഭിക്ഷ മേടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അവൻ ഇതുവരെ ചെയ്യാത്ത, നീ അസാധ്യമെന്ന് കരുതുന്ന, നിന്നെ അതിന് കൊള്ളത്തില്ലെന്ന് പറയുന്ന ആ വലിയ പ്രവൃത്തി ചെയ്യിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഞാൻ പറയട്ടെ, ബർത്തിമായ്ക്ക് കാഴ്ച മാത്രമല്ല ലഭിച്ചത്, അവൻ്റെ ഇരിപ്പ് മാറി, അവന് നടക്കുന്ന അവസ്ഥ മാറി, അവൻ്റെ പൊസിഷൻ മാറി, അവൻ്റെ വസ്ത്രത്തിൻ്റെ അവസ്ഥ മാറി, അവൻ്റെ സമൂഹത്തിലെ സ്ഥാനം മാറി, അവൻ്റെ ഭവനത്തിലെ സ്ഥാനം മാറി, അവൻ നടക്കുന്ന ശൈലി മാറി, അവൻ ഇരിക്കുന്ന ഇരിപ്പിടം മാറി, അവൻ്റെ ജോലി മാറി, എല്ലാം ഏറ്റവും അധികമായി അവൻ്റെ ഭാവി വരെ മാറുവാനിടയായി തീർന്നു.
ഇന്ന് വാൽക്കാലം നീ കരയുന്നുവെങ്കിൽ കർത്താവ് നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിന്റെ ഇന്നത്തെ ഇരിപ്പ് മാറ്റുവാൻ, നിന്റെ നടപ്പ് മാറ്റുവാൻ, നിന്റെ ഭവനത്തിന്റെ അവസ്ഥ മാറുവാൻ, നിന്റെ സമൂഹത്തിലെ സ്ഥാനം മാറ്റുവാൻ, നിന്റെ മുൻപിലുള്ള അന്ധത മാറ്റുവാൻ, എങ്ങോട്ട് പോകണമെന്നറിയാതെ നീ ആയിരിക്കുന്ന അവസ്ഥ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് വാൽക്കാലം ഒന്ന് കരയുവാൻ കഴിയുമോ? എന്നോടൊപ്പം ഒന്ന് കരയുവാൻ കഴിയുമോ? എത്ര പേർക്ക് പറയും, കർത്താവേ, ഞാൻ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, എന്നെ തൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഭർത്തിമായ പോലെ പുകഴുവാനൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ, പ്രശംസിപ്പാനൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ബലഹീനതകൾ മാത്രമേ ഉള്ളൂ, കുറവുകൾ മാത്രമേ ഉള്ളൂ. കർത്താവേ, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന്. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. നമുക്കൊന്ന് ഉറക്ക ദൈവത്തോട് നിലവിളിക്കാം, ശബ്ദമുയർത്തി. കർത്താവേ, എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, ഞാൻ നിന്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ അവസ്ഥ നീ മാറ്റണമേ. നിന്നെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും കഴിയില്ല, നിന്നെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും കഴിയില്ല. നിന്നാൽ അസാധ്യമായതൊന്നുമില്ല. ഈ ലോകത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത വലിയ പ്രവൃത്തി ചെയ്യുവാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. കർത്താവേ, നിനക്ക് മാത്രമേ കഴിയുള്ളൂ, നിനക്ക് മാത്രമേ കഴിയുള്ളൂ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, നല്ല പകലിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. ഈ പകലിൽ നീ അടിയങ്ങളോട് നിന്റെ വചനത്തിൽ കൂടി സംസാരിച്ചല്ലോ, അതിനായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. നീ അവരോട് ഇടപെട്ടതിനായി സ്തോത്രം. ദൈവസഭയ്ക്കായി സ്തോത്രം. അഭിഷിക്ത ദാസനായി സ്തോത്രം. ഈ പട്ടണത്തിൽ പിന്നെയും മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇതൊരു അനുഗ്രഹമായി ഈ പട്ടണത്തിൽ പടർന്നു പന്തലിക്കുവാൻ കർത്താവിടെയാക്കണമേ. അടിയനെ ഉപയോഗിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചെന്ന ദൈവസഭയോടും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനോടും കുടുംബത്തോടും ഞാൻ നന്ദി ഓർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.